ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് മാറ്റുമ്പോൾ അങ്ങോട്ട് കടന്നു വരികയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന മഹാനായ സഹാബി വര്യൻ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കയറി വന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇടിക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, ഇതാരാണെന്ന് അറിയുമോ? ഇദ്ദേഹം ഗിഫാർ ഗോത്രത്തിലെ അബൂദർറ. നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടമായിക്കൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ ഈ ഗിഫാർ ഗോത്രത്തിലൂടെയാണല്ലോ പോകാറുള്ളത്. ആ ഗിഫാർ ഗോത്രത്തിലൂടെ നിങ്ങൾ പോകുമ്പോ ഈ അബൂദറിന്റെ ഗോത്രമാണത്. അവർ നിങ്ങൾ അതിലേ വിടില്ല. കാരണം ആ ഇഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദറിന്റെ ശരീരത്തിന് നിങ്ങൾ പരിക്കേൽപ്പിച്ചുകൊണ്ട് അബൂദറിന്റെ മനസ്സിനെ നിങ്ങൾ തളർത്തിക്കളഞ്ഞാൽ, അബൂദറിന്റെ മനസ്സിന് വിഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രം വഴിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടവുമായി കൊണ്ട് കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അബൂദറിന്റെ ശരീരത്തിൽ നിങ്ങൾ മുറിവേൽപ്പിക്കരുത്, അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്, നൊമ്പരങ്ങളുമായി കൊണ്ട് കയറി ചെല്ലുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്. അങ്ങനെ ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ തന്റെ നാട്ടിലേക്ക് കയറി ചെന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം മനസ്സിലാക്കിയ ഒരു സഹാബിവരന്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ വന്നുകൊണ്ട് ഗൾഫിൽ ഈ ദുബായിൽ വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൊതുപ്രഭാഷണത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CD കേട്ടതിന്റെ പേരിലോ ആദർശം മനസ്സിലാക്കിയവര് നമ്മുടെ കൂട്ടത്തിൽ എമ്പാടുമുണ്ട്. എല്ലാവരും ഒറ്റയടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം ജനിക്കുമ്പോഴേ മനസ്സിലാക്കിയവരല്ല, ഹൃദയത്തിലേക്ക് കടന്നു വന്നവരല്ല. ചിലർ ജന്മനാ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കം. എന്നാൽ പോലും അധിക ആളുകളും പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കിയവരാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ മഹത്വത്തിന്റെ നന്മയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മിൽ പല ആളുകളും. പക്ഷേ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടുകാർ, അവര് പോലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മനസ്സിലാക്കിയ ആ മഹത്വത്തോടു കൂടി മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ദഅവത്ത് നമ്മുടെ കുടുംബത്തിൽ ഈ പ്രബോധനം നമ്മൾ നിർവഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ നിർവഹിക്കണം. എങ്ങനെ? ആദർശത്തെ, അള്ളാഹുവെ പരിചയപ്പെടുത്താൻ കഴിയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ കഴിയണം, സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. യഥാർത്ഥമായ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളായി മാറാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ നന്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇവിടുന്ന് ഒരുപാട് നന്മ പഠിച്ചു, പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പഴയ ആ ദുസ്വഭാവവും പഴയ ആ മലീമസമായ ചിന്താഗതിയുമായി കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് എങ്കിൽ നമ്മിൽ നിന്ന് എങ്ങനെയാണ് അവർ ആദർശം പഠിക്കുക? എങ്ങനെയാണ് അവർ നന്മയെ ഗ്രഹിക്കുക? അതുകൊണ്ട് നമ്മുടെ മനസ്സും സ്വഭാവവും ശരീരപ്രകൃതിയും എല്ലാം മാറ്റാൻ കഴിയണം. നമ്മുടെ ജീവിതം കാണുമ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ഗൾഫിൽ നിന്നപ്പോഴേക്ക് എൻ്റെ വീട്ടുകാരൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരൻ മാറിയല്ലോ, അദ്ദേഹത്തിന് എത്രത്തോളം സംസാരിക്കുമ്പോൾ പക്വതയുണ്ട്, മാന്യതയുണ്ട്, സൽസ്വഭാവമുണ്ട്, എത്ര നല്ല പെരുമാറ്റം, അദ്ദേഹത്തിന് ജീവിതത്തിൽ നന്മ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളായി തീരണമെങ്കിൽ നമ്മൾ ആ പ്രകൃതവും ആ നന്മയും നമ്മൾ ഗ്രഹിച്ചാലേ നമുക്ക് ഈ ആദർശം നമ്മുടെ നാട്ടിൽ കയറി ചെന്നുകൊണ്ട് നമ്മുടെ നാട്ടുകാരോടും കുടുംബത്തോടും നിർവഹിക്കാൻ കഴിയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അല്പസമയം കൊണ്ട് ദീന് പഠിച്ച ഈ സഹാബി വര്യൻ നാട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിലേക്ക് ഓരോരുത്തർ വന്ന് വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനിയൻ കടന്നു വന്നു, അതുപോലെ തന്നെ വീട്ടുകാർ കടന്നു വന്നു, ഉമ്മ കടന്നു വന്നു. അങ്ങനെ എല്ലാവരും, ഒരു സമൂഹം മുഴുവൻ, അങ്ങനെ എല്ലാവരും ആദർശം സ്വീകരിക്കുകയാണ്. കാലങ്ങളേറെ പിന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ പുരുഷാഹാരം പോലെ അല്ലെങ്കിൽ ഒരു വലിയ ജനനിബിഡമായ ഒരു അന്തരീക്ഷത്തിൽ എന്തോ കടന്നു വരുന്നു, അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടം ഇങ്ങനെ കടന്നു വരുന്നത് പോലെ അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അബൂദർ ഗിഫാരി എന്ന മഹാനായ സഹാബിയാണ്. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം കുടുംബത്തിലും ഗോത്രത്തിലും പറഞ്ഞപ്പോൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ആ നാട്ടിലുണ്ടായി. എല്ലാവരും ദീനിനെ കുറിച്ച് മനസ്സിലാക്കി, കുടുംബം മനസ്സിലാക്കി, നാട്ടുകാരെ മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. അങ്ങനെ അവർ മുഴുവനും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ മനസ്സുകളുണ്ട്. അള്ളാഹ് അതിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കിയല്ലോ, ആ അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അള്ളാഹു സ്മരിക്കാനും എനിക്ക് സാധിക്കണമെന്നതിലേക്ക് അബൂദർ നീ മാറണം. ഇത് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വീണ്ടും ഉപദേശം നൽകി. എന്ന് റസൂൽ പറയാണ്, ഔസാനി ഖലീലി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എനിക്ക് ഈ അടുത്തതായി നിനക്ക് നൽകാനുള്ള ഉപദേശം, ജനങ്ങളോട് നീ ഒരു അധികാരത്തെയും ചോദിച്ചു വാങ്ങരുത്. പലപ്പോഴും എന്നെ ആ സ്ഥാനത്ത് എത്തിക്കണം, അല്ലെങ്കിൽ ഇന്ന നിലയിൽ എന്നെ അതിലേക്ക് നിങ്ങൾ എന്നെ മാറ്റിയേക്കണം, അല്ലെങ്കിൽ ഇന്ന അധികാരം എന്നെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന പദവി എന്നെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പല അധികാരങ്ങളും ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് നാട്ടിലും എല്ലായിടങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അധികാരവും നമ്മിലേക്ക് വേണ്ട. കാരണം അധികാരം എന്നത് യാ ബാദർ ഇന്നക ളഈഫുൻ വഇന്നഹാ അമാന, അബൂദർ നീ ദുർബലനാണ്,
അധികാരമെന്നത് പവിത്രമാണ്, അത് വലിയ ബാധ്യതയേറിയതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു അധികാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മേഖലകളോ ഒന്നും നീ ചോദിച്ചു വാങ്ങരുത് എന്നും അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന് പല രീതിയിലുള്ള അധികാരങ്ങൾ വന്നപ്പോൾ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശം വമറനി ഖലീലി, എന്റെ കൂട്ടുകാരൻ എനിക്ക് നൽകിയ ഉപദേശമാണ്. അനക്സിറ മിൻ ഖൗലിൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബൂദർ, നീ ധാരാളമായി കൊണ്ട് അധികരിപ്പിച്ചേക്കുക. എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന ഈ ദിക്റിനെ നീ ധാരാളമായി കൊണ്ട് അധികരിപ്പിച്ചേക്കുക അബൂദർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് ഏത് സമയത്ത് നീ പറയുക, ഉരുവിടുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും അത് നാട്ടിലേക്ക് പ്രബോധന പ്രവർത്തനത്തിനായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും ഒരു വലിയ ജനസമൂഹത്തെ മുഴുവനും പ്രബോധന പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിക്കൊണ്ട് ലഭിക്കുകയും അവരുമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വരികയും എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പിൽക്കാലഘട്ടങ്ങളിൽ വരുന്ന മുസ്ലിം സമൂഹത്തിനായിക്കൊണ്ട് അത് സംഭാവന ചെയ്യുകയും ചെയ്ത മഹാനായ ഒരു സഹാബിവര്യന്റെ ചരിത്രമാണിത്. ആ സഹാബിവര്യന്റെ അവസാന നിമിഷങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് വീണ്ടും അദ്ദേഹത്തിലൂടെ പാഠം ഉൾക്കൊള്ളാൻ കഴിയുകയാണ്. കാരണം ജീവിതത്തിൽ മുഴുവൻ ഈ നന്മകൾ അദ്ദേഹം സ്വീകരിച്ചു. ഒരു മേഖലകളിലും ഒരു അധികാരത്തെയും ചോദിച്ചു വാങ്ങിയില്ല. ഏൽപ്പിക്കപ്പെട്ട അധികാരം പോലും അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിന് മാറി നിന്ന സഹാബിവര്യൻ, ദാനധർമ്മം ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച സഹാബിവര്യൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഏത് സമയത്തും ചെഞ്ചിണ്ടുകളിലൂടെ ദിക്റായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ നന്മയാർന്ന രീതിയിൽ ജീവിച്ചൊരു സഹാബിവര്യൻ, കുടുംബ ബന്ധത്തിൽ ആദർശവും ഐക്യവും സമാധാനവും ലാളിത്യവും വിനയവും ഉണ്ടാക്കിയിട്ട് കുടുംബബന്ധം മുഴുവനും സുദൃഢമാക്കിയ യഥാർത്ഥമായ കുടുംബബന്ധത്തിന്റെ വക്താവായിക്കൊണ്ട് ജീവിച്ച അബൂദർ ഗിഫാരി, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഹക്കിന് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി ഒരു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിന്ന സഹാബി വര്യൻ. പിന്നെയോ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഒരു പ്രതിസന്ധിയിലും ഭയപ്പെടാതെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവെ മാത്രം ഭയപ്പെട്ട് വേറെ ഒരാളെയും എനിക്ക് ഭയമില്ല എന്ന രീതിയിൽ ജീവിച്ച മഹാനായ സഹാബി വര്യൻ. ഈ സഹാബി വര്യന്റെ ജീവിതം പഠിക്കുമ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് നമുക്ക് വലിയൊരു സന്ദേശമായിക്കൊണ്ട് നൽകുമ്പോൾ ആ മക്കളിലൂടെ നമുക്ക് ഈ നന്മയെ വായിച്ചെടുക്കാൻ കഴിയും. ഇല്ലെങ്കിലോ വരുന്ന സമൂഹത്തിന് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ആളുകളെ അല്ല പഠിക്കുന്നത്. നമ്മുടെ മക്കളാവട്ടെ നമ്മളാകട്ടെ ആരാവട്ടെ പഠിക്കുന്നത് രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ കുറിച്ചും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ കുറിച്ചും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സിനിമയുടെയും സീരിയലിന്റെയും അഭിനേതാക്കളുടെയും അതുപോലെ സ്പോർട്സിന്റെയും ഒക്കെ വലിയ പ്രതിഭാശാലികളായി പത്രത്താളുകളിലൂടെ കടന്നു വരുന്ന ആളുകളെയാണ് ആളുകൾക്ക് ഇന്ന് മനസ്സിൽ ഓർമ്മയുള്ളത്. കാരണം അവരെയാണ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത്, അവരെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പത്രക്കാർ ഏത് സമയത്തും, അതുപോലെ ചാനലുകാർ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. പക്ഷേ ലോകത്തിന് മുഴുവനും സമാധാനവും ഐക്യവും സന്ദേശവും ലോക സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വലിയ സന്ദേശങ്ങൾ നൽകിയ ഈ സഹാബത്തിന്റെ ചരിത്രങ്ങൾ വിസ്മരിക്കപ്പെടുമ്പോൾ അത് പുതുക്കാനും അതിലൂടെ ഈമാൻ ഉൾക്കൊള്ളാനുമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമ്മുടെ ബാധ്യതയാണ്. കാരണം ഈ സഹാബിവര്യൻ മരിക്കുന്ന സമയം റബദ എന്ന് പറയുന്ന വിജനമായ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഈ സഹാബിവര്യന്റെ അവസാന രംഗങ്ങൾ. അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് രോഗം സഹിച്ചുകൊണ്ട് രോഗത്തിന്മേൽ രോഗമായിക്കൊണ്ട് മരണത്തോട് മല്ലിടുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ അരികിലുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു കുട്ടി, ഇവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ അരികിലുള്ളത്. കൂട്ടിനായിക്കൊണ്ട് വേറെ ആരുമില്ല. ഒരു ചെറിയൊരു കുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രം, അതും വിജനമായൊരു പ്രദേശം റബദ എന്ന് പറയുന്ന മരുഭൂമിയിൽ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ മരണരംഗത്തിന്റെ അരികിലിരുന്നു കൊണ്ട് ഭാര്യ ഇങ്ങനെ കരയുകയാ. ഫീമൽ ബുകാഉ വൽ മൗത്ത് ഹഖ്. എന്തിനാ പെണ്ണെ നീ കരയുന്നത്? എന്തിനാ എൻ്റെ പ്രിയതമേ നീ കരയുന്നത്? മരണം എന്നത് സത്യമല്ലേ, നീ കരയുകയാണോ എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുക. അപ്പൊ ഭാര്യ പറയുകയാണ്, നിങ്ങളെങ്ങാനും ഈ വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങയെ മറമാടാൻ, അങ്ങയെ കുളിപ്പിക്കാനോ അങ്ങയുടെ ശരീരത്തിൽ കഫൻ പുടവണിയിക്കാനോ അങ്ങേ കുഴിയിലേക്ക് അല്ലെങ്കിൽ കബറിലേക്ക് ഇറക്കി വെക്കാനോ ഒരാൾ പോലുമില്ല.
അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ കാലങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്, അതെനിക്ക് നിന്നോട് പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോട് പറയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭം, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ നോക്കിയപ്പോൾ ഒരു ഇരുട്ടിന്റെ മറവിലൂടെ അല്ലെങ്കിൽ ഒരു ഇരുട്ടിങ്ങ നീക്കിയിട്ട് ഒരാളിങ്ങനെ മരുഭൂമിയിലൂടെ കടന്നു വരുന്നത് കണ്ടു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി, ആരായിരിക്കും ഈ കയറി വരുന്ന വ്യക്തി? ആ സമയത്ത് അത് ഞാനായിരുന്നു. റസൂലും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു കറുത്ത ഇരുട്ടിൽ അല്ലെങ്കിൽ അത്രത്തോളം ഇരുട്ടുള്ള ഒരു സന്ദർഭത്തിൽ ആ മരുഭൂമിയിൽ പ്രവാചകന്റെ അരികിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ട സന്ദർഭത്തിൽ പറഞ്ഞു അത്രേ, ആ വരുന്നത് അബൂദറാണ്. ആ അബൂദർ തംശി വഹ്ദക് വതമൂത വഹ്ദക് വതുബ്ഹിത വഹ്ദക്. അബൂദർ ഏകനായിട്ടായിരിക്കും നടക്കുക, അബൂദർ ഏകനായിക്കൊണ്ടായിരിക്കും ജീവിക്കുക, ആ അബൂദർ ഏകനായിക്കൊണ്ടായിരിക്കും മരിക്കുക, അബൂദർ ഏകനായിക്കൊണ്ടായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്കേറെ എന്നെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. എന്നെ കുറിച്ചല്ല, അന്ന് റസൂലുള്ള ആ സന്ദർഭത്തിൽ പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. അന്ന് ആ സദസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നു. ആ രീതിയിൽ ആ രംഗത്തിന് സാക്ഷിയായ ഒരുപാട് സഹാബത്തുണ്ട്. പക്ഷെ അവരെ എല്ലാവരും മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം എന്നത് ഇന്നും അദ്ദേഹത്തിന്റെ സ്മരണകളിൽ, അദ്ദേഹത്തിന്റെ ആ വചനം എന്ത്, അബൂദറിനെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ വചനങ്ങൾ, മഹാനായ അബൂദർ അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പോലും പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ സന്ദേശം എന്ത്, തംശി വഹ്ദക് വതുബ്ഹിത വഹ്ദക് വതമൂത വഹ്ദക്. ഏകനായിക്കൊണ്ട് നടക്കുന്ന, ഏകനായിക്കൊണ്ട് ജീവിക്കുന്ന, ഏകനായിക്കൊണ്ട് മരണപ്പെടുന്ന, ഏകനായിക്കൊണ്ട് പുനർജീവിപ്പിക്കപ്പെടുന്ന ആളായിരുന്നു അബൂദർ ലിഫാരി എന്നത്. ആ അബൂദർ ലിഫാരിയുടെ മരണരംഗത്തിന് ഒരാളും ഉണ്ടാവാത്ത ഒരു വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുമ്പോൾ അങ്ങോട്ടൊരു യാത്രാ സംഘം വരുമെന്നതും അബൂദറിനെ കുളിപ്പിക്കുമെന്നതും അബൂദറിന്റെ ശരീരത്തിലേക്ക് കഫൻ പുടവ അണിയിക്കുമെന്നതും അദ്ദേഹത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഓർക്കുമ്പോൾ അതിലൂടെ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ഭാര്യയും മകനും അരികിലിരിക്കുമ്പോൾ സംഭവിച്ചു. അവിടെ കയറി വന്നത് അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഒരു സംഘത്തോടു കൂടി കയറി വരികയും അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അത്തരത്തിൽ സംഭവിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ അവിടുത്തെ ദീർഘവീക്ഷണത്തോടുള്ള അത്തരത്തിലൊരു പ്രവചനത്തിന് സാക്ഷിയായിക്കൊണ്ട് മരണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ മഹാനായ അബൂദർ ലിഫാരി റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സന്ദേശങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകപ്പെടാനും നൽകാനുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വസീയത്തുകളും കടന്നു വന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ഈ നന്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ റിയാ കടന്നു വരില്ല, ലോകമാന്യത കടന്നു വരില്ല. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രവർത്തനമായിക്കൊണ്ട് നമ്മുടെ മനസ്സ് വിചാരിക്കുകയാണ്. ഞാൻ നിർവഹിക്കുന്ന ദഅവത്തും ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരവും എൻ്റെതായ ജീവിത രീതിയും ഒക്കെ വലിയ കാര്യവും വലിയ സംഗതിയുമായിക്കൊണ്ട് നമ്മളിങ്ങനെ നമ്മെക്കുറിച്ച് ആ വിചാരത്തോടെ ജീവിക്കുകയാണ്. പക്ഷേ നമ്മുടെ മുൻഗാമികൾ അവര് രാത്രിയിൽ മുഴുവനും അവരുടെ കൂടാരത്തിൽ നമസ്കാരവും ഖുർആൻ പാരായണവും, പകൽ മുഴുവനും അശ്വാരൂഢന്മാരെ പോലെ കുതിരയുമായി കൊണ്ട് യുദ്ധത്തിലേക്ക് അവർ ഓടിച്ചെല്ലുകയാണ്. യുദ്ധം ചെയ്യാനുള്ള താല്പര്യം കൊണ്ട്, അള്ളാഹുവിന്റെ ദീനിൽ ആ ദീനിൽ വെച്ചുകൊണ്ട് മരിക്കാനുള്ള താല്പര്യത്താൽ യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നവരും രാത്രിയിൽ മുഴുവനും നമസ്കാരവും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവുമായിക്കൊണ്ട് കഴിച്ചുകൂട്ടിയിരുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. പക്ഷേ ഇന്ന് വളരെ കുറച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരുപാട് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ നമ്മിലേക്ക് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും റിയാ സംഭവിച്ചുകൊണ്ടാണ്, ലോകമാന്യത സംഭവിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഈ ലോകമാന്യത നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസ്ഥയായി മാറി. പക്ഷേ സഹാബത്ത് ഒരിക്കലും അത് മോഹിച്ചിരുന്നില്ല. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകമാന്യത കടന്നു വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന സഹാബിയായിരുന്നു. അതുപോലെ ഓരോ സഹാബിമാരും അവരൊക്കെ ഭയപ്പെടുകയാണ് ലോകമാന്യത റിയാ കടന്നു വരുന്നതിനെ.
പക്ഷേ നമുക്കത് കഴിയുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ എല്ലാ മേഖലകളിലും അള്ളാഹുവോട് സഹാബത്ത് അവർ നൽകിയ സന്ദേശവും അവരുടെ ജീവിത രീതിയും അത് പഠിക്കുമ്പോൾ നമുക്ക് അവരുടേതായ പ്രവർത്തനങ്ങളും അവരുടെ നന്മകളും ഒക്കെ പഠിക്കുമ്പോൾ വലിയ സന്ദേശങ്ങളുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അത് എന്നും നിലനിർത്തിക്കൊണ്ട് പോവുക. ഒരു പ്രവർത്തനം എന്നും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നും നിലനിർത്തുക. ചെയ്യുന്ന പ്രവർത്തനം ആത്മാർത്ഥമായിക്കൊണ്ട് ചെയ്യുക എന്ന രീതിയിൽ കൊണ്ടുപോകുക. അതല്ലാതെ എന്തെങ്കിലും കുറേ രാത്രി നിസ്കരിച്ചു പിന്നെ അത് ഒഴിവാക്കി, എന്തെങ്കിലും കുറേ ഓതി പിന്നെ അത് തീരെ ഓതാതെ, അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തനമല്ല അള്ളാഹുവിന് ഇഷ്ടം. ചെയ്യുന്ന പ്രവർത്തനം വളരെ കുറച്ചാണെങ്കിലും അത് എന്നും നിലനിർത്തുന്ന ഒരവസ്ഥയും സാഹചര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും ഒരുപാട് ഇനിയും വിവരിക്കാനും പറയാനുമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് നൽകിയ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ നിരവധിയായി നമ്മൾ കേട്ടതും അറിഞ്ഞതുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുക, ആ ചരിത്രങ്ങളിലൂടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും അത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വിശ്വാസികളായ ആളുകൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതിനും. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ കഴിയുകയുള്ളൂ. പണ്ടത്തെ നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ അവരുടെ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നത്, മുസ്ലിമായിരുന്നത്. ആദർശം മനസ്സിലാക്കിയിട്ടും അവരുടെ ആ പക്വതയും സൽസ്വഭാവവും ദീനിനോടുള്ള അതുപോലെ അള്ളാഹുവോടുള്ള അവരുടെ ആ ജീവിത രീതിയും ജീവിത ശൈലിയും പ്രബോധന മേഖലയും ഒക്കെ കണ്ടിട്ട് ഇന്നോ നടത്തുന്ന പ്രബോധനങ്ങളിൽ മുഴുവനും പരിഹാസങ്ങളാണ്, വിമർശനങ്ങളാണ്. പിന്നെയോ എതിർ സമൂഹത്തിന് ആദർശം പഠിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ വ്യക്തിപരമായിക്കൊണ്ട് ഇകഴ്ത്തിയിട്ടും വിമർശിച്ചിട്ടും ഒക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും ആ രീതിയിലുള്ള ദഅവത്തുകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, നമ്മുടെ ശത്രുവായിരിക്കാം, ആദർശത്തിൽ നമ്മുടെ ശത്രുവായിരിക്കാം, പക്ഷേ നമ്മുടെ സ്വഭാവം എങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം വലിയ ശത്രുവായിരുന്ന ഫിർഔന്റെ കൊട്ടാരത്തിൽ പോയിക്കൊണ്ട് നിർവഹിച്ചൊരു ദഅവത്തുണ്ട്. എങ്ങനെ വളരെ വിനയത്തോടെ വളരെയധികം പക്വതയോടെയാണ് വിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നത്. ലൈനായിക്കൊണ്ടായിരുന്നു, സൗമ്യനായിക്കൊണ്ട് ദഅവത്ത് നിർവഹിച്ച, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ വീഴ്ച വരുത്തണമെന്നതോ അല്ലെങ്കിൽ അത് ചെറുതാക്കി കാണിക്കണമെന്നോ അല്ല, മറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനോട് ഉത്തരവാദിത്തം ഉണ്ടായിക്കൊണ്ട് തന്നെ ആ ശത്രുവിന് നമ്മുടെ ആദർശത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വളരെയധികം കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കാൻ കഴിയണം. അതല്ലാതെ ഒരാളും നമ്മുടെ ആദർശം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ സ്വഭാവം കണ്ടുകൊണ്ട് ഇതിലേക്ക് വരാതിരിക്കുന്നൊരവസ്ഥ നമ്മളായിക്കൊണ്ടുണ്ടാക്കരുത്. ഇതിൽ വന്നവർ തന്നെ ഇതിൽ നിന്ന് പോകുന്നൊരവസ്ഥയും നമ്മുടെ സ്വഭാവ പ്രകൃതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഒരിക്കലും ഉണ്ടാവരുത്. ആളുകൾ ഇതിലേക്ക് ഒഴുകാനും വരാനും അത്തരത്തിൽ ആളുകൾക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭമുണ്ടല്ലോ ചരിത്രങ്ങളിൽ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഹിജ്റ പോകുമ്പോൾ അദ്ദേഹത്തെ വാറാ ഗോത്രക്കാരനായ ഇബ്നു ദഇന്ന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അയ്ന തുരീദു അബൂബക്കർ, എവിടേക്കാ അബൂബക്കറെ നിങ്ങൾ പോകുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, അഖ്റജനി ഖൗമി, എന്റെ സമൂഹം എന്നെ പുറത്താക്കി. ഫഉരീദു അൻ അസീഹ ഫിൽ അർളി വഅബ്ദ റബ്ബി, എന്റെ റബ്ബിനെ ആരാധിക്കുവാനും എന്റെ റബ്ബിനെ ഇബാദത്തുകൾ നിർവഹിക്കാനുമായി ഒരു ഒഴിഞ്ഞ പ്രദേശമോ വിജനമായ സ്ഥലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് പോവാണ് ഞാൻ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഇബ്നു ദഇന്നയുടെ വാക്ക്, ഫഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജ് വലാ യുഖ്റജ്, അബൂബക്കർ നിങ്ങൾ പോവരുത്. നിങ്ങളെപ്പോലെയുള്ള സൽസ്വഭാവത്തിന്റെയും സ്വഭാവ മഹിമയുടെയും യഥാർത്ഥമായ വിശ്വാസത്തിന്റെയും ആളുകൾ ഇവിടുന്ന് ഒരിക്കലും പോവുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്യാവതല്ല, പോവരുത്. അങ്ങേ പോലെയുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഇവിടെ ഉണ്ടാവുക എന്ന് അവിശ്വാസിയായ വാറാ ഗോത്രക്കാരനായ ഇബ്നു ദഇന്നയാണ് പറയുന്നത്. അത് അവിശ്വാസിയായ അമുസ്ലിമായ ഒരു മനുഷ്യൻ മുസ്ലിമായ സഹാബികളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വഭാവം കണ്ടുകൊണ്ട് പറയുകയാ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകരുത്, നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടുന്ന് പോവുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യരുത് എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവം എത്രത്തോളം നന്മയായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ പ്രകൃതങ്ങളും പെരുമാറ്റങ്ങളും ജീവിത ശൈലിയും കണ്ടുകൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. ഇന്നും ആളുകൾ ഒഴുകുന്നുണ്ട്, എത്രയോ ആളുകൾ. മറുപടി പിക്താളി എന്ന് പറയുന്ന വ്യക്തി പോലും ഇസ്ലാം സ്വീകരിച്ചത് അങ്ങനെയാ. കാരണം അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരിക്കൽ താഴേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ ഒരു വൃദ്ധനായ മനുഷ്യൻ ചീത്ത പറയുകയാണ്, ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ മറുപടി പിക്താളി ഇങ്ങനെ വീക്ഷിച്ചു, എന്തിനാണ് ഈ അടിക്കുന്നതും ചീത്ത പറയുന്നതും? അങ്ങനെ ആ വൃദ്ധനായ മനുഷ്യൻ പോയപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, എന്തിനാണ് നിങ്ങൾ ഇത്രയും നേരം ഇയാൾ ചീത്ത പറയുന്നതും ശകാരിച്ചതും?
നിങ്ങളെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ ഇയാളിൽ നിന്ന് അല്പം പണം ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ട്, അത് ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല, അതിന്റെ പേരിൽ അയാൾ എന്നെ ചീത്ത പറയുന്നു, അടിക്കുന്നു. അപ്പൊ നിങ്ങൾക്കൊന്ന് ആ അടിയെങ്ങാനും അങ്ങ് തിരിച്ചു വന്ന് അടിച്ചുകൂടെ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രയോഗം കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ 2 കുറ്റത്തിന് ഉടമയാകും. ഒന്ന്, വലിയവരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയത്ത് തിരിച്ചേൽപ്പിക്കണമെന്ന് പഠിപ്പിച്ച എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്ന വാക്കുകൾക്ക് വിരുദ്ധമായി കൊണ്ടാവില്ലേ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഈ ചെറുപ്പക്കാരനായ യുവാവ് മറുപടി പിക്താളിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ജീവിതം ഈ ചെറുപ്പക്കാരനിൽ ഇത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണമെന്ന താല്പര്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് മറുപടി പിക്താളായിക്കൊണ്ടാണ് പിൽക്കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ പോലും അദ്ദേഹം ഇംഗ്ലീഷിൽ വിവർത്തനം നൽകുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കണ്ടെത്തിയ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഇനിയും ആളുകൾ ഇസ്ലാമിനെ കണ്ടെത്താനും ഇസ്ലാമിലേക്ക് കടന്നു വരാനും വെമ്പൽ കൊള്ളുന്ന സാഹചര്യവും കാലഘട്ടവുമാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുമ്പോൾ ആ മുസ്ലിം ആകണം എന്നതിൽ അഭിമാനം കൊള്ളാനും ആ ദൃശ്യത്തിൽ പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നാവ് കൊണ്ട് ഇങ്ങനെ മുസ്ലിമാണ്, മുഅ്മിനാണ്, മുജാഹിദാണ്, സലഫിയാണ്, ഇസ്ലാഹിയാണ്, അല്ലെങ്കിൽ അഹ്ലു സലഫിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടില്ല. അതുകൊണ്ട് പരിപൂർണമായി കൊണ്ട് മുസ്ലിമാകാൻ, അതിലെ കീഴൊതുങ്ങാൻ നമുക്ക് കഴിയണം. എന്നാലേ കുടുംബത്തിലും സമൂഹത്തിലും ആദർശ പ്രതിബദ്ധതയുള്ള ഒരു മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാകുമ്പോഴേ ആളുകൾക്ക് ഈ ഇസ്ലാമിനെ കണ്ടെത്താനും ഇസ്ലാമിൽ കടന്നു വരാനും സാഹചര്യങ്ങൾ ഒരുക്കൂ. അതിനെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കുക, അവർ നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ നമ്മൾ വായിക്കുക, പഠിക്കുക. അത്തരത്തിലുള്ള ജീവിത ചൈതന്യങ്ങളിലൂടെ ആ ചരിത്രങ്ങൾ നമ്മൾ ആളുകളിലേക്ക് ഇങ്ങനെ ഏതു സമയത്തും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന അവസ്ഥയിലൂടെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.